വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ ക്ലാസ് 5 യൂണിറ്റ് 4-ലെ ദി ഹണി മാംഗോ ട്രീ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഫേമസ് ആയ മലയാളം റൈറ്റർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ചെറിയൊരു കഥയാണിത്. നമുക്ക് നോക്കാം. ദി ഹണി മാംഗോ ട്രീ. ദി ഹണി മാംഗോ ട്രീ, തേൻ മാവ് അല്ലേ, തേൻ മാവിനെ കുറിച്ചാണ് നമ്മുടെ കഥ. നോക്കാം. യു നോ ദിസ് ട്രീ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. നിനക്കറിയാമോ, ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. എനിക്ക് ഈ ട്രീ വളരെ പ്രിയപ്പെട്ടതാണ്. ആരാണിത് പറഞ്ഞത്? റഷീദ്, മൈ നെയ്ബർ. എൻ്റെ അയൽവാസിയായ റഷീദാണ് ഇങ്ങനെ പറഞ്ഞത്. സെറ്റ് ടു മീ ആസ് വി സ്റ്റുഡ് അണ്ടർ ദി മാംഗോ ട്രീ. ഞങ്ങളൊരു മാവിനടിയിൽ നിൽക്കുമ്പോഴാണ് റഷീദ് ഇങ്ങനെ എന്നോട് പറയുന്നത്. റഷീദ് പോസ്റ്റ് ആസ് ഹിസ് സൺ. റഷീദ് ഒന്ന് നിർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആരോ വരുന്നുണ്ട്. ആരാ വരുന്നത്? മകൻ. എ യങ് ബോയ് ഓഫ് 16, 16 വയസ്സാണ് റഷീദിൻ്റെ മകനുള്ളത്. വാക്ക്ഡ് അപ്പ് വിത്ത് എ പ്ലേറ്റ് ഓഫ് റൈപ്പ് മാംഗോ സ്ലൈസസ്. വന്ന മകൻ്റെ കയ്യിൽ എന്താണുള്ളത്? എ പ്ലേറ്റ് ഓഫ്, ഒരു പ്ലേറ്റ് നിറയെ എന്താണ്? പഴുത്ത മാങ്ങയുടെ കഷ്ണങ്ങൾ അല്ലേ, റൈപ്പ് മാംഗോ സ്ലൈസസ്. ഡിഡ് യു ലൈക്ക് ദ മാംഗോ? റഷീദ് എൻക്വയർഡ്. മാങ്ങ ഇഷ്ടപ്പെട്ടോ? മാംഗോ ഇഷ്ടപ്പെട്ടോ? റഷീദ് എൻക്വയർഡ്. എൻക്വയർഡ് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ആരായുക, ചോദിച്ചു. ആഫ്റ്റർ ഐ ഹാഡ് മെയ്ഡ് എ ക്വിക്ക് ഫീസ്റ്റ് ഓഫ് ഇറ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിരുന്നല്ലേ, പെട്ടെന്ന് ഞാനൊരു വിരുന്നിലാണ് പങ്കെടുത്തത് അല്ലേ, അതുപോലെ അത്രയും ടേസ്റ്റുള്ള ആ ഒരു മാംഗോ കഴിച്ചു. ഞാൻ പെട്ടെന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, മാംഗോ ഇഷ്ടപ്പെട്ടോ എന്ന് റഷീദ് ചോദിച്ചു. ലൈക്ക് ഇറ്റ്, ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഹണി. ഡിഡ് യു പ്ലാൻ ദിസ് ട്രീ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ചോദിച്ചത്? ഇഷ്ടമായോന്നോ? തേൻ പോലെയാണല്ലേ ഇതിൻ്റെ രുചി, ലൈക്ക് ഹണി. ഇത് നിങ്ങൾ തന്നെയാണോ നട്ടത് എന്ന് ഞാൻ ചോദിച്ചു. നോട്ട് എക്സാക്ട്ലി. അല്ല, ഞാനല്ല നട്ടത്. ദിസ് മാംഗോ ട്രീ ഹാസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഈ ഒരു മാവിന് പിന്നിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ രസകരമായ ഒരു കഥയുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ സെഡ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ട്രീക്ക്, ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന്. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ സ്റ്റോറി. റഷീദ് എന്ത് ചെയ്തു? ആ ഇൻട്രസ്റ്റിംഗ് ആയ കഥ പറയാനായി തുടങ്ങി. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. ഈ കഥ സംഭവിക്കുന്നത് വളരെ വളരെ വർഷങ്ങൾക്ക് മുന്നെയാണ്. ഐ വാസ് എ യങ് ബാച്ചലർ. ഞാനൊരു വിവാഹിതനല്ലാത്ത അല്ലേ, കല്യാണം കഴിക്കാത്ത അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ. എവിടെ പോയി? ഞാൻ എവിടെ പോയതാണ്? ഞാൻ എൻ്റെ അനിയനെ കാണാൻ വേണ്ടി പോയതാണ്. ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. എൻ്റെ അനിയൻ ആരായിരുന്നു? ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ അവനെ കാണാൻ പോയതാണ്. ഹി വർക്ക്ഡ് ഇൻ എ സ്മോൾ ടൗൺ അബൌട്ട് 75 മൈൽസ് അവേ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 75 മൈൽ എവേയാണ്, ദൂരെയാണ് ആര്? അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ ടൗണിൽ. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അന്ന് നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദി ഈവനിങ്. സ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കാൻ പോകില്ലേ, ജസ്റ്റ് ചെറുതായി ഒന്ന് നടക്കാൻ പോകുന്നതിനെയാണ് സ്ട്രോൾ എന്ന് പറയുക. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ വൈകുന്നേരം. ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ വെൻ ഐ സോ ആൻ ഓൾഡ് മാൻ ലൈങ് അണ്ടർ എ ട്രീ. ഒത്തിരി ദൂരെയൊന്നും ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ ആരെ കണ്ടു? ഒരു വയസ്സായ മനുഷ്യൻ. അദ്ദേഹം ഒരു മരത്തിനടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹിസ് ബിയർഡ് വാസ് ലോങ്. അദ്ദേഹത്തിൻ്റെ താടി വളരെ നീണ്ടതായിരുന്നു. ആൻഡ് ഹിസ് ഹെയർ ഓവർ ഗ്രോൺ. അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഒത്തിരി വളർന്നിട്ടാണ് ഉള്ളത് അല്ലേ. ഹി ലുക്ക്ഡ് അബൌട്ട് 80. അദ്ദേഹത്തിനെ കണ്ട ഒരു 80 വയസ്സ് പറയും. ആസ് ഐ അപ്രോച്ച്ഡ്, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഐ ഹേർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മുരളുക അല്ലേ, വേദന കൊണ്ട്, പെയിൻ, വേദന കൊണ്ട് ഇങ്ങനെ മുരളുകയാണ് അയാൾ. ഹീ ലുക്ക്ഡ് ബാഡ്ലി ഇൽ. നല്ല അസുഖം വന്നിട്ടല്ലേ, നല്ല രോഗാവസ്ഥയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഗിവ് മീ സം വാട്ടർ സൺ. എനിക്ക് കുറച്ച് വെള്ളം തരുമോ മകനെ? ഹി സെഡ് ഇൻ എ ഹോഴ്സ് വിസ്പർ ആസ് ഹി സോ മീ. ഹോഴ്സ് എന്ന് വെച്ചാൽ റഫായതല്ലേ, പരുപരുത്ത. വിസ്പർ എന്ന് പറഞ്ഞാൽ പതിയെ പറഞ്ഞു. പരുപരുത്ത റഫായ ശബ്ദത്തിൽ അദ്ദേഹം പതിയെ എന്നോട് പറഞ്ഞു, ഗീവ് മീ സം വാട്ടർ സൺ. മകനെ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ഐ സോ എ പ്രറ്റി യങ് വുമൻ സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് ദ റോഡ്. ആ റോഡിന് അപ്പുറത്തായിട്ട് ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു യുവതി ഇരിക്കുന്നതായി ഞാൻ കണ്ടു. റീഡിങ് എ പേപ്പർ. ആ യുവതി എന്ത് ചെയ്യുകയായിരുന്നു? ഒരു പേപ്പർ വായിച്ചുകൊണ്ടാണ് ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത്. ഷി വാസ് പസിൽഡ് ആസ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് അവേ വിത്ത് ദ പിക്ചർ ഓഫ് വാട്ടർ. ഷി വാസ് പസിൽഡ് അല്ലേ, അവളൊരു കൺഫ്യൂഷനിലായി, ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി. കാരണം എന്താണ്? പിക്ചർ എന്ന് പറഞ്ഞാൽ കുടം. ഞാൻ ഈ കുടം വെള്ളവുമായിട്ട് എന്താ കുടിക്കുകയല്ല ചെയ്തത് അല്ലേ, ഈ കുടം വെള്ളവുമായിട്ട് ഞാൻ അങ്ങ് ദൂരേക്ക് പോയി. അപ്പോൾ അവൾക്ക് ആകെ ഒരു കൺഫ്യൂഷനായി, ആശയക്കുഴപ്പമായി, ഇവനെങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു. ഐ ടോൾ ഹെർ അബൌട്ട് ദ ഓൾഡ് മാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവളോട്
ആ ഓൾഡ് മാനെ കുറിച്ച് പറഞ്ഞു. ഷി ഗോട്ട് അപ്പ് ആൻഡ് കെയിം വിത്ത് മീ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവളും എണീറ്റ് എന്നോടൊപ്പം വന്നു ആ ഓൾഡ് മാൻ്റെ അടുത്തേക്ക്. വെൻ ഐ ഗേവ് ദ പിക്ചർ ഓഫ് വാട്ടർ ടു ദ ഓൾഡ് മാൻ ഹി ഡിഡ് സംതിങ് അമേസിങ്. ഞാൻ ഈ കുടം വെള്ളം, പിക്ചർ എന്ന് പറഞ്ഞാൽ കുടമാണേ, ഈ കുടം വെള്ളം ആ ഓൾഡ് മാന് കൊടുത്തപ്പോൾ അദ്ദേഹം എന്തോ വളരെ അമേസിങ് ആയൊരു കാര്യമാണ് ചെയ്തത്. എന്താണെന്ന് നോക്കാം. ഹി ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം എണീറ്റു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ, വെള്ളം കുടിക്കുന്നതിന് പകരം ഹി വാക്ക്ഡ് അപ്പ് ടു എ വിതേർഡ് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ. അദ്ദേഹം എങ്ങോട്ട് നടന്നു? വിതേർഡ്, വാടിപ്പോയ. വിതേർഡ് എന്ന് വെച്ചാൽ വാടിപ്പോയ എന്നാണ് അർത്ഥം. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ. ഒരു മാവിൻ്റെ, വാടി നിൽക്കുന്ന ഒരു മാവിൻ്റെ തൈയുടെ അടുത്തേക്ക് ഇദ്ദേഹം നടന്നു. ഇറ്റ് ഹാഡ് സ്പ്രൗട്ടഡ് ഫ്രം ദ സീഡ് വിച്ച് ഹാഡ് ബീൻ ത്രോൺ അവേ ബൈ എ വേഫെയറർ. വേഫെയറർ എന്ന് പറഞ്ഞാൽ വഴിയാത്രകൻ, ഓക്കെ, എന്നേ അർത്ഥമുള്ളൂ. കാൽനടയായിട്ട് നടക്കില്ലേ അങ്ങനെയുള്ളവർ. അങ്ങനെയുള്ള ആരോ എറിഞ്ഞു കളഞ്ഞ ഒരു സീഡിൽ നിന്നും ഉണ്ടായ ഒരു ചെറിയ തളിരായിരുന്നു അത്. ദ ഓൾഡ് മാൻ പോർഡ് ഹാഫ് ദ വാട്ടർ ഓൺ ഇറ്റ്. അദ്ദേഹത്തിന് കൊടുത്ത ഗ്ലാസ്സിലെ പകുതി വെള്ളവും എന്ത് ചെയ്തു? ഈ സാപ്ലിങ്ങിലേക്ക്, ഈ തൈയിലേക്ക് ഒഴിച്ചു കൊടുത്തു, പകുതി വെള്ളവും. ഹി വെൻ ബാക്ക് ടു ദ ട്രീ അണ്ടർ വിച്ച് ഹി ഹാഡ് ബീൻ റെസ്റ്റിംഗ്. എന്നിട്ട് അദ്ദേഹം പതിയെ എന്ത് ചെയ്തു? ആ ട്രീയുടെ, റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ട്രീ ഇല്ലേ, അങ്ങോട്ടേക്ക് പോയി അവിടെ ഇരുന്നു. ഹി സാറ്റ് ഡൗൺ, ഡ്രാങ്ക് ദ വാട്ടർ ആൻഡ് പ്രേഡ് സൈലൻ്റ്ലി. ബാക്കിയുണ്ടായിരുന്ന ആ ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം അദ്ദേഹം കുടിച്ച് അവിടെ ഇരുന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചു. ഐ എം യൂസഫ് സിദ്ദീഖ്, എ ഫക്കീർ. എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ് എന്നാണ്. ഞാനൊരു ഫക്കീറാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യൻ അല്ലേ, സന്യാസമൊക്കെ ചെയ്യുന്ന ആൾ എന്നാണ് അർത്ഥം. ദ ഓൾഡ് മാൻ സ്റ്റാർട്ടഡ് ടു സ്പീക്ക്. അദ്ദേഹം സംസാരിക്കാനായി തുടങ്ങി. ഐ ഹാവ് നോ കിത്ത് ഓർ കിൻ. കിത്ത് ഓർ കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ്. എനിക്ക് ബന്ധുമിത്രാദികൾ ആരും ഇല്ല. കിത്ത് ഓർ കിൻ എന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികൾ എന്നാണ് അർത്ഥം. ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഞാൻ എൻ്റെ മുഴുവൻ സമയവും തന്നെ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഐ എം റഷീദ്. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. ഞാൻ എന്നെയും പരിചയപ്പെടുത്തി അല്ലേ. എൻ്റെ പേര് റഷീദ്. ഐ എം എ സ്കൂൾ ടീച്ചർ. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഐ എം അസ്മ. ദി യങ് വുമൻ സെഡ് ഐ എം എ സ്കൂൾ ടീച്ചർ ടു. എൻ്റെ പേര് അസ്മ എന്നാണ്, ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. ആ യങ് വുമണും പരിചയപ്പെടുത്തി. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദ ഓൾഡ് മാൻ ലേ ഡൗൺ അഗെയിൻ. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും നിലത്ത് കിടന്നു. ഹി വാസ് ഡൈയിങ്. അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ബ്രെത്ത്ഡ് ഹിസ് ലാസ്റ്റ് ആസ് വി വാച്ച്ഡ്. ഞങ്ങൾ നോക്കി നിൽക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസവും എടുത്തു. ഐ വെൻ ഹോം ടു ഗെറ്റ് മൈ ബ്രദർ. ഞാൻ എൻ്റെ അനിയനെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തി. നമുക്കറിയാം, അനിയൻ പോലീസ് ഇൻസ്പെക്ടറാണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. വി ബറീഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ് യാർഡ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ ശ്മശാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഐ ഹാഡ് ഫൗണ്ട് എ സം ഓഫ് 6 rupees ഇൻ ഹിസ് പോക്കറ്റ്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എത്ര രൂപയാണ് അന്ന് ഉണ്ടായിരുന്നത്? 6 രൂപയുണ്ടായിരുന്നു. അസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees ഈച്ച്. ഞാനും അസ്മയും 5 രൂപ വീതം എടുത്തു. ഐ ബോട്ട് സ്വീറ്റ്സ് ഫോർ ദ എമൗണ്ട്. ഞാൻ എന്ത് ചെയ്തു? ആ പൈസയ്ക്ക് സ്വീറ്റ്സ് മേടിച്ചല്ലേ, മധുരം മേടിച്ചു. ആൻഡ് അസ്മ ഡിസ്ട്രിബ്യൂട്ടഡ് ദം ടു ദ ചിൽഡ്രൻ അറ്റ് ഹെർ സ്കൂൾ. ആ പൈസയ്ക്ക് എന്ത് ചെയ്തു? അസ്മ കുട്ടികൾക്ക് മധുരം, അവരുടെ സ്കൂളിൽ കുട്ടികൾക്ക് മധുരം മേടിച്ചു കൊടുത്തു. അസ്മ വാട്ടേർഡ് ദ സാപ്ലിംഗ് എവ്രി ഡേ. എല്ലാ ദിവസവും അസ്മ എന്ത് ചെയ്തു? ആ തൈയില്ലേ നനച്ചുകൊണ്ടേയിരുന്നു. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. വേഗം തന്നെ നല്ല ഫ്രഷായ ഇലകൾ അതിൽ മുളയ്ക്കാൻ തുടങ്ങി. സ്പ്രൗട്ടഡ് എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക. A little later, Asma and I were married. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനും അസ്മയും വിവാഹിതരായി. When I built this house, ഞാൻ ഈ വീട് ഉണ്ടാക്കിയപ്പോൾ I carefully uprooted the sapling and brought it home. ഞാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ആ തൈയില്ലേ, മരത്തൈ ശ്രദ്ധിച്ച് പിഴുതെടുത്തു. അപ്രൂട്ടർ എന്ന് പറഞ്ഞാൽ പിഴുതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. അത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. ഞാനും അസ്മയും കൂടി അത് ഇവിടെ നട്ടു. വി വാട്ടർഡ് ഇറ്റ് റെഗുലർലി. ഞങ്ങളത് ദിവസേന വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് മാന്യൂർഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. മാന്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വളം നൽകി അല്ലേ. എന്തൊക്കെയാണ് നൽകിയത്? ആഷ്, ചാരവും, ഡങ്, ചാണകവും അല്ലേ. ചാരവും ചാണകവും ചേർത്ത് നല്ല വളവും ഞങ്ങൾ ഇതിന് നൽകി. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. പിന്നീട് ഞങ്ങൾ ഹ്യൂമസ്, ജൈവമണ്ണും, ആൻഡ് ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി, നല്ല ജൈവമണ്ണും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തു. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ.
പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്തു, ആകാശത്തോളം ഉയർന്നു. ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കനോപ്പി. കനോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മരത്തിൻ്റെ ഏറ്റവും മുകളിലെ ആ ചില്ലകൾ അല്ലേ, അതിങ്ങനെ വിടർത്തി നിൽക്കുകയാണ് നമ്മുടെ മരം. ആൻഡ് ഹിയർ യു ആർ. ഇപ്പോൾ ഇത്രയും നല്ല ഉയരത്തിൽ ചില്ലകളൊക്കെ വിടർത്തി ആകാശത്തോളം ഉയർന്നു നിൽക്കുകയാണ് ആ മരം. റഷീദ് സ്മൈൽഡ് പ്ലസൻ്റ്ലി. വളരെ സന്തോഷത്തോടെ നമ്മുടെ റഷീദ് പുഞ്ചിരിച്ചു. ആൻഡ് പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ദ ട്രീ. എന്നിട്ട് തൻ്റെ കരങ്ങൾ എന്ത് ചെയ്തു, ആ ട്രീയോടിങ്ങനെ ചുറ്റി പിടിച്ചു സന്തോഷത്തോടെ. ആസ് ഐ ടേൺ ടു ഗോ ഹോം റഷീദ് സൺ കോൾഡ് മീ ഫ്രം ബിഹൈൻഡ്. ഞാൻ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ റഷീദിൻ്റെ മകൻ എന്നെ വിളിച്ചു. ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് സം മാംഗോസ്. അവൻ്റെ കയ്യിൽ എന്താണുള്ളത്, കുറച്ച് മാങ്ങകൾ അല്ലേ, റാപ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പറിൽ, പത്രത്തിൽ പൊതിഞ്ഞിട്ട് കുറച്ച് മാങ്ങകളാണ് ഉണ്ടായിരുന്നത് അവൻ്റെ കയ്യിൽ. മദർ ആസ്ക്ഡ് മീ ടു ഗിവ് യു ദിസ്. എന്നോട് അമ്മ പറഞ്ഞു, എന്ത്, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. ഐ സ്മൈൽഡ്. ഞാനൊന്ന് പുഞ്ചിരിച്ചു. താങ്ക് യു സൺ. നന്ദി മകനെ. വി ലീവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ. അല്ലേ, നമ്മൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. എന്നിട്ടും എനിക്ക് നിൻ്റെ പേര് അറിഞ്ഞുകൂടാ. യൂസഫ് സിദ്ദിഖ്. അവൻ ഉത്തരം പറഞ്ഞു. എന്താണ് അവൻ്റെ പേര്? യൂസഫ് സിദ്ദിഖ്. അപ്പോൾ ഞാൻ ചോദിച്ചു, യൂസഫ് സിദ്ദിഖ്? അതെ അങ്കിൾ, യൂസഫ് സിദ്ദിഖ്. നമുക്കറിയാം, നമ്മൾ ആദ്യം കണ്ട ഓൾഡ് മാൻ്റെ പേരാണല്ലേ യൂസഫ് സിദ്ദിഖ്. അപ്പോൾ അവർ രണ്ടുപേരും, റഷീദും വൈഫും കൂടി തൻ്റെ മകന് നൽകിയിരിക്കുന്നത് അന്ന് കണ്ട ആ മനുഷ്യൻ്റെ പേരാണ്. ഇതിൽ നമ്മൾ കാണുന്നത് നേച്ചറിനോട്, പ്രകൃതിയോട് അത്രമാത്രം അടുത്ത് നിൽക്കുന്ന കുറച്ച് മനുഷ്യരെയാണ്. റഷീദിൻ്റെ ജീവിതത്തിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരാൾ തന്നെയായിരുന്നു യൂസഫ് സിദ്ദിഖ്. അതുകൊണ്ട് തന്നെയാണ് മകന പേര് നൽകിയത്. നമ്മൾ നമ്മുടെ പ്രകൃതിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കെയർ ചെയ്യുകയാണെങ്കിൽ അവരും നമുക്ക് തിരിച്ച് പല കാര്യങ്ങളും നൽകും. ആ മരത്തിനെ അവർ അത്ര സ്നേഹത്തോടെ നോക്കിയത് കൊണ്ട് ആ മരം ഇപ്പോഴും നല്ല മധുരിക്കുന്ന, തേൻ മധുരമുള്ള മാങ്ങകളാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, ദി ഹണി മാംഗോ ട്രീ.